പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്നു മുതൽ നമ്മൾ റേ ഓപ്റ്റിക്സ് എന്ന പുതിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ പ്ലസ് ടു ഫിസിക്സിലെ ഫോക്കസ് പോയിൻറ്റുകളിൽ പറഞ്ഞിട്ടുള്ള പാഠഭാഗങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നും കൂടി അറിയിക്കുകയാണ്. പ്രകാശത്തെക്കുറിച്ച് ഒരുപാട് കാലം മുമ്പ് തന്നെ ഒരുപാട് അന്വേഷണങ്ങൾ തുടങ്ങിയിരുന്നു. യഥാർത്ഥത്തിൽ 15-ാം നൂറ്റാണ്ടിൽ ന്യൂട്ടൻ്റെ കോർപ്പസ്കുലർ തിയറിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് റേ ഓപ്റ്റിക്സ്. ന്യൂട്ടൺ തന്നെ ദെക്കാർത്തെ എന്ന ശാസ്ത്രജ്ഞൻ രൂപവൽക്കരിച്ച കോർപ്പസ്കുലർ തിയറി ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ് ചെയ്തത്. ന്യൂട്ടൺ പറഞ്ഞത് പ്രകാശം കണികകളായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും പാർട്ടിക്കിൾസ് ഓഫ് ലൈറ്റ് ആയിട്ടാണ് എമിറ്റ് ചെയ്യുന്നത്. ദീസ് ആർ ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് ആൻഡ് വെൻ ദേ ആർ ഫോളിങ് ഓൺ എ സർഫസ് they are getting rebound like rubber balls on a wall. അതുപോലെ റബ്ബർ ബോളുകൾ തട്ടി തെറിക്കുന്നത് പോലെയാണ് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നതെന്നും റിഫ്രാക്ഷനെ കുറിച്ചും അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. ന്യൂട്ടൺ ഒരു വലിയ എക്സ്പെരിമെൻ്റലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പ്രകാശത്തെക്കുറിച്ച് ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ നടത്തുകയും ഒപ്റ്റിക്സ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകം പ്രകാശത്തെക്കുറിച്ച് മാത്രമുള്ളതാണ് എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ഓക്കെ, അപ്പോൾ കോർപ്പസ്കുലർ തിയറിയുടെ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ നേർരേഖാ സഞ്ചരണത്തിലെ അടിസ്ഥാന ആശയം പ്രകാശം രശ്മികളായിട്ടാണ്, റേ ആയിട്ടാണ് സഞ്ചരിക്കുന്നത് എന്നാണ്. നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമായിട്ട് ഫോക്കസ് പോയിൻറ്റിൽ പഠിക്കാനുള്ള ഭാഗം റിഫ്ലക്ഷനാണ്. റിഫ്ലക്ഷൻ ഒരു പ്ലെയിൻ മിററിലെ റിഫ്ലക്ഷനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഒരു പ്ലെയിൻ മിറർ വരയ്ക്കുന്നത് ഒരു വര അടയാളപ്പെടുത്തിയ ശേഷം അതിൻ്റെ അടിഭാഗം ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണം. ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ മിററിൻ്റെ അടിയിലുള്ള കോട്ടിംഗ് ആണ്. സിൽവറോ മെർക്കുറിയോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുള്ള കോട്ടിംഗ് ആണ് പ്രകാശം അങ്ങോട്ട് മറുഭാഗത്തേക്ക് കടന്നു പോകാതെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മിററിൽ അതിൻ്റെ നമ്മൾ നോർമൽ വരയ്ക്കുകയാണ്. ഇതാണ് നോർമൽ ടു ദ സർഫസ്. നോർമലൊക്കെ വരയ്ക്കുമ്പോൾ ഡോട്ടഡ് ലൈൻ ഇട്ടാണ് വരയ്ക്കുക. ഇനി ഈ വരയാണ് ഇൻസിഡൻറ്റ് റേ. ദിസ് ഈസ് ഇൻസിഡൻറ്റ് റേ ആൻഡ് ദിസ് ഈസ് reflected ray. Reflected ray. And the angle between incident ray and normal is called angle of incidence, and the angle between reflected ray and normal is called angle of reflection. Okay, angle of incidence and angle of reflection. And there are two laws for reflection. The first law states that the incident ray, normal and the reflected ray all lie in the same plane. All are in the same plane. അതാണ് ഒന്നാമത്തെ ലോ. രണ്ടാമത്തെ ലോ പറയുന്നത് the angle of incidence is equal to angle of reflection. Angle of incidence is equal to angle of reflection. These are the two laws of reflection. Okay. ഇത്ര മാത്രമാണ് പ്ലെയിൻ മിററിലുള്ള റിഫ്ലക്ഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ സ്ഫെറിക്കൽ മിററിലെ റിഫ്ലക്ഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, രണ്ട് തരത്തിലുള്ള സ്ഫെറിക്കൽ മിററുകളുണ്ട്, കോൺകേവ് മിററും കോൺവെക്സ് മിററും. എങ്ങനെയാണ് അവ വരയ്ക്കുന്നതെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഒരു കോൺകേവ് മിറർ ഈ രീതിയിലാണ് വരയ്ക്കുക. അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്, ഈ കുഴിഞ്ഞ വശം അല്ലെങ്കിൽ ഇതാണ് കോൺകേവ് സർഫസാണ് റിഫ്ലക്റ്റിംഗ് സർഫസായിട്ട് മാറുന്നത്. അതേപോലെ ഒരു കോൺവെക്സ് മിററാണെങ്കിൽ, ഇതൊരു കോൺകേവ് മിററാണ്, കോൺവെക്സ് മിററാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുക. Reflecting surface convex ആണ്. Okay, so this is concave mirror and this is convex mirror, and we have to study some terms relating with mirrors. Spherical mirrorsമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ് നമുക്കൊന്ന് പരിചയപ്പെടണം. ഒന്നാമത്തെ ടേം ആണ് പോൾ. പോൾ ഈസ് ദ ജിയോമെട്രിക് സെൻറ്റർ ഓഫ് ദ മിറർ. മിററിൻ്റെ മിഡ് പോയിൻറ്റിനെ, അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുക. ആൻഡ് ദ സെക്കൻഡ് ടേം ഈസ് സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ സി. ദ മിറർ ക്യാൻ ബി ഇമാജിൻ ടു ബി മെയ്ഡ് അപ്പ് ഫ്രം എ സ്ഫിയർ. ഈ മിറർ ഒരു സ്ഫിയറിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ സ്ഫിയറിൽ നിന്ന് മുറിച്ചെടുത്തതാണ് എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. ആ സ്ഫിയറിനൊരു റേഡിയസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സെൻറ്റർ ഉണ്ടാവും. ആ സെൻറ്ററിനെയാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുക. സോ സെൻറ്റർ ഓഫ് കർവേച്ചർ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. ആൻഡ് ദ നെക്സ്റ്റ് ടേം ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ. Radius of
curvature. That is represented by capital R. Radius of curvature is the radius of the sphere of which the mirror is a part. മിറർ ഭാഗമായ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അല്ലെങ്കിൽ വി ക്യാൻ ഓൾസോ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ. ഈ ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ദ നെക്സ്റ്റ് ടേം ഈസ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ്. ഇറ്റ് ഈസ് എ ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ. ഈ വരയാണ് പ്രിൻസിപ്പൽ ആക്സിസ്. സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ, അതിൽ കൂടെ കടന്നു പോകുന്ന വര. നെക്സ്റ്റ് ടേം ഈസ് aperture. Aperture is represented by capital D. Aperture എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എഫക്റ്റീവ് ഏരിയ അവൈലബിൾ ഫോർ റിഫ്ലക്ഷൻ. ഈ മിററിൻ്റെ അകത്തുള്ള സർഫസ് ഏരിയ, എത്രമാത്രം ഏരിയ റിഫ്ലക്ഷന് ലഭിക്കുന്നു, അതാണ് aperture. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് ടേം ഈസ് ഫോക്കസ്. ഫോക്കസ് പറയുമ്പോൾ നമുക്കൊരു കോൺവെക്സ് മിററിനും കോൺകേവ് മിററിനും വ്യത്യസ്ത രീതിയിലാണ് ഫോക്കസിൻ്റെ കാര്യം പറയുക. അപ്പോൾ ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കസ് നമുക്ക് പരിഗണിക്കാം. ഈ ടേംസ് മായ്ക്കാം. ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതൊരു കോൺകേവ് മിററാണ്. ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദ പോൾ. ഇഫ് എ ബീം ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം റേ ചേർന്നതാണ് ഒരു ബീം. If a beam of light is incident on the mirror parallel to the principal axis, principal axisന് parallel ആയിട്ട് ഒരു beam of light അതിൽ പതിക്കുകയാണെങ്കിൽ after reflection from the mirror it gets converged to a point on the principal axis. ഈ മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത ശേഷം പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണ്. And this point is the focus of the concave mirror. And the distance between focus and pole is the focal length of a concave mirror. ഓക്കെ, അത് സ്മോൾ എഫ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഫോക്കസ് എന്നുള്ളത് ക്യാപിറ്റൽ എഫ് കൊണ്ടാണ് ആ പോയിൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഫോർ എ കോൺവെക്സ് മിറർ ഹൗ ക്യാൻ വി ഡിനോട്ട് ദ ഫോക്കസ്? ദിസ് ഈസ് എ കോൺവെക്സ് മിറർ. ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. എ ബീം ഓഫ് പാരലൽ റേസ്, പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ആഫ്റ്റർ ഗെറ്റിംഗ് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് കൺവേർജ് ചെയ്യില്ല. കോൺവെക്സ് മിററാണ്, ഡൈവേർജിങ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരു ഭാഗത്തെ റേ ഇങ്ങോട്ടും മറുഭാഗത്തെ റേ ഇങ്ങോട്ടും റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്. സോ ദേ അപ്പിയർ ടു ബി കമ്മിങ് ഫ്രം എ പോയിൻ്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓൺ ദ അതർ സൈഡ്. ഈ പോയിന്റിൽ നിന്നും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ കിട്ടുന്ന ഈ പോയിന്റിൽ നിന്നാണ് ആ റേ പുറപ്പെടുന്നത് എന്ന് നമുക്ക് തോന്നുകയാണ്. And this point is the focus of a convex mirror. Okay, so focus of a convex mirror is the point from which the ray of light appears to be getting reflected. A beam of parallel rays after reflection appears to come from a point on the other side of the mirror, and this is the focus of a convex mirror. And this is a virtual focus. നമ്മൾ വരച്ചുണ്ടാക്കുന്നതാണ് ഡോട്ടഡ് ലൈനിൽ അടയാളപ്പെടുത്തുക. ആക്ച്വലി അവിടെ ഉള്ള റേ ഒക്കെ ഡാർക്ക് ലൈനിലാണ് അടയാളപ്പെടുത്തുക. നിർബന്ധമായും ആരോ മാർക്ക് എല്ലാ ചിത്രങ്ങൾക്കും റേ ഡയഗ്രാമുകൾക്കും ഇടണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഫോക്കസ് വെർച്വൽ ഫോക്കസും ഇതൊരു റിയൽ ഫോക്കസും ആണ്. ഇനി നമുക്ക് ചില സൈൻ കൺവെൻഷൻസ് പരിചയപ്പെടാനുണ്ട്. സൈൻ കൺവെൻഷൻസ്. ഈ കോൺകേവ് മിററും കോൺവെക്സ് മിററും ഡീൽ ചെയ്യുമ്പോൾ പലതിനും പല ഇക്വേഷൻസ് ഒന്നും ആവാതിരിക്കാൻ ഒരു യൂണിഫോമിറ്റി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ടും ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടും ആദ്യമേ തീരുമാനിച്ച് വെക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില റൂൾസാണ് സൈൻ കൺവെൻഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ റൂൾസ് മനസ്സിലാക്കി വെക്കണം. ഇനി ഭാവിയിൽ പ്രോബ്ലം ചെയ്യുമ്പോഴും ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും ഒക്കെ ഈ സൈൻ കൺവെൻഷൻസ് വളരെ ആവശ്യമായിട്ട് വരും. ഒന്നാമത്തെ സൈൻ കൺവെൻഷൻ പറയുന്നത് all ray diagrams should be drawn from left to right. എല്ലാ ചിത്രങ്ങളും വരയ്ക്കേണ്ടത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഇപ്പോൾ ഒരു കോൺകേവ് മിററിൻ്റെ ഇപ്പോൾ ഞാൻ വരച്ച ചിത്രം തന്നെ ലൈറ്റ് പോകുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. എന്നിട്ട് അവിടെ തട്ടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അപ്പം ലൈറ്റ് പുറപ്പെടുന്നത് എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വേണം വരയ്ക്കാൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഒന്നാമത്തെ കാര്യം ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, all distances in the direction of incident ray is taken as positive.
ആൻഡ് ഓൾ ഡിസ്റ്റൻസസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അതായത് വലത്തോട്ടുള്ള ഡിസ്റ്റൻസസ്, ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസസ് അതൊക്കെ പോസിറ്റീവും ഇടത്തോട്ടുള്ള ഡിസ്റ്റൻസസൊക്കെ നെഗറ്റീവുമായിട്ടാണ് എടുക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഓൾ ഡിസ്റ്റൻസസ് ഷുഡ് ബി മെഷേർഡ് ഫ്രം ദ പോൾ. പോളിൽ നിന്നാണ് എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ പോൾ മാർക്ക് ചെയ്തത് കോൺകേവ് മിററിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെയാണ് ഫോക്കസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എഫിൽ നിന്ന് പിയിലേക്കായാലും പിയിൽ നിന്ന് എഫിലേക്കായാലും ഒരേ വാല്യൂ തന്നെയാണ് അളന്നാൽ കിട്ടുക. 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അങ്ങോട്ട് അളന്നാലും 5, ഇങ്ങോട്ട് അളന്നാലും 5. പക്ഷെ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഓൾ ഡിസ്റ്റൻസസ് ഷുഡ് ബി മെഷേർഡ് ഫ്രം പോൾ. പോളിനാണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ പോളിന് നമ്മൾ എഫിലേക്ക് അളക്കുമ്പോൾ 5 കിട്ടിയാൽ ദാറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ. അതായത് അത് -5 ആയിരിക്കും. ഓക്കെ. അതേസമയം കോൺവെക്സ് മിററിന് നമ്മൾ കണ്ടു മറുവശത്തായിരുന്നു ഫോക്കസ്. അപ്പോൾ പോളിൽ നിന്ന് അങ്ങോട്ട് മെഷർ ചെയ്യുമ്പോൾ അത് പ്ലസ് ആയിട്ടായിരിക്കും വരിക. സോ ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ ഈസ് നെഗറ്റീവ് ആൻഡ് ദാറ്റ് ഓഫ് എ കോൺവെക്സ് മിറർ ഈസ് പോസിറ്റീവ്. ക്ലിയർ ആയി. ദ ഫോർത്ത് റൂൾ ഈസ് ദാറ്റ് ഓൾ ഡിസ്റ്റൻസസ് എബവ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്കുള്ള മെഷർമെൻറ്റുകളെല്ലാം ദാറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഓൾ ഡിസ്റ്റൻസസ് ബിലോ പ്രിൻസിപ്പൽ ആക്സിസ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. Okay, so these are the 4 sign conventions we have to be careful about. Okay, so we are going to the next topic, that is relation between radius of curvature and focal length. Relation between radius of curvature R and F. റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത്. ഒരു കോൺകേവ് മിററിൻ്റെ കേസിലാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഒരു കോൺകേവ് മിറർ വരയ്ക്കുന്നു. പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു, ദാറ്റ് ഈസ് പോൾ. സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചർ. എ പാരലൽ റേ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഇൻസിഡൻറ്റ് ഓൺ ദ കോൺകേവ് മിറർ, ലെറ്റ് ഇറ്റ് ബി എ ബി എന്നാണ് അത് മാർക്ക് ചെയ്തത്. ബിയിൽ അത് തട്ടി റിഫ്ലക്റ്റ് ചെയ്യാണ്. റിഫ്ലക്റ്റ് ചെയ്തിട്ട് കടന്നു പോകുന്ന പോയിൻ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ദാറ്റ് ഈസ് ഫോക്കസ്. ഈ പോയിൻ്റ് ഫോക്കസ് ആണ്. ഫോക്കസിൽ കൂടെ കടന്നുപോയി. ഇത്രയും നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറിന് ബിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്, ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുകയാണ്. സിയിൽ നിന്ന് ബിയിലേക്കാണ് വരച്ചത്. ദിസ് ലൈൻ വിൽ ബി നോർമൽ ടു ദ പോയിൻ്റ് ബി ബിക്കോസ് CB is a radius. Center to surface, that is a radius, and radius is always perpendicular to the surface. ഏത് സ്ഫെറിക്കൽ സർക്കുലർ ആകൃതിക്കും റേഡിയസ് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഈ വരച്ച CB ഈ പോയിന്റിൽ നോർമലാണ്. അതായത് ഇത് ഇൻസിഡൻറ്റ് റേയും ഇപ്പുറത്തുള്ള BF എന്നുള്ളത് റിഫ്ലക്റ്റഡ് റേയുമാണ്. ഇത് നോർമലുമാണ്. അപ്പോൾ ഇതിന് അപ്പുറവും ഇപ്പുറമുള്ള ആംഗിൾസ് ഈക്വലാണ് ബിക്കോസ് I is equal to R. അത് നമുക്ക് തീറ്റ എന്ന് 2 ആംഗിളിനെയും തീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഇത് ടോട്ടൽ ആംഗിൾ 2 തീറ്റയാണ്. ദർഫോർ ദിസ് ആംഗിൾ ഓൾസോ വിൽ ബി 2 തീറ്റ. കാരണം എന്താണ്? ഇത് 2 പാരലൽ ലൈൻസ് ആണ്. ഇതിനെ ഇങ്ങനെ ഒരു ലൈൻ കട്ട് ചെയ്യാണ്. സോ ഡ്യൂ ടു ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടെ ടോട്ടൽ 2 തീറ്റ ആയതുകൊണ്ട് ഇവിടെയും 2 തീറ്റ ആയിരിക്കും. ഓക്കെ. അതുപോലെ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. കാരണം 2 പാരലൽ ലൈൻസ് ആണ്. ഇതിനെ ഇങ്ങനെ ഈ ഡോട്ടഡ് ലൈൻ വെച്ച് കട്ട് ചെയ്യാണ്. ഇപ്പുറത്ത് തീറ്റയാണ്, അതുകൊണ്ട് ഇപ്പുറത്തും തീറ്റയായിരിക്കും. ഇതേ കാര്യം തന്നെ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള കാര്യമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ആർക്ക് ബൈ റേഡിയസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ആംഗിൾ തീറ്റ നമുക്കെടുക്കാം. തീറ്റ ഇസ് ഈക്വൽ ടു അതുണ്ടാക്കുന്ന ആർക്ക് BP ആണ്. BP ബൈ റേഡിയസ്, അതിൻ്റെ റേഡിയസ് CP ആണ്. ദാറ്റ് ഈസ് BP ബൈ CP മീൻസ് സെൻറ്റർ ടു പോൾ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ R. ദാറ്റ് ഈസ് ഇക്വേഷൻ 1. ഇനി അടുത്ത ആംഗിൾ എടുക്കുന്നത് 2 തീറ്റയാണ്. 2 തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ഇത് തന്നെയാണ്, BP തന്നെയാണ്. BP ബൈ റേഡിയസ് FP ആണ്. ദാറ്റ് ഈസ് BP ബൈ FP ഈസ് focus to pole distance, that is focal length, small f. That is equation 2. അപ്പോൾ ഒന്ന് തീറ്റ ഒന്ന് 2 തീറ്റ. തീറ്റ ഇൻറ്റു 2 ആണ് 2 തീറ്റ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. BP ബൈ R ദാറ്റ് ഈസ് തീറ്റ ഇൻറ്റു 2 is equal to 2 തീറ്റ. ദാറ്റ് ഈസ് BP ബൈ F.
BP നമുക്ക് കട്ട് ചെയ്യാം. സോ വി ആർ ഗെറ്റിംഗ് 2/r is equal to 1/f. Therefore r is equal to 2f. ഫോക്കൽ ലെങ്ത്തിൻ്റെ ഡബിൾ ആയിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ ഫോർ എ മിറർ. ഇത് കോൺകേവ് മിറർ ആയാലും കോൺവെക്സ് മിറർ ആയാലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഓർമ്മിക്കുക, റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ. ഇനി നമുക്ക് ഒരു കോൺകേവ് മിറർ ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻസ്. കോൺകേവ് മിറർ വരച്ചു. പ്രിൻസിപ്പൽ ആക്സിസ് പോൾ ഇത് എഫ് ആണ്. അതിന് ഇരട്ടിയായിരിക്കണം സി അല്ലെങ്കിൽ 2f. റേഡിയസ് ഓഫ് കർവേച്ചർ ഫോക്കസിൻ്റെ ഇരട്ടി, ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ ആ സി എന്ന് പറയാം അല്ലെങ്കിൽ 2f എന്ന് പറയാം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു, 2fന് ബിയോണ്ട് 2f ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഇമേജ് ഫോം ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു പാരലൽ റേ വരയ്ക്കുക. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടൊരു റേ വരയ്ക്കുക. അത് കടന്നു പോകുന്നത്, റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് കടന്നു പോകുന്നത് എന്തായാലും ഫോക്കസിൽ കൂടി ആയിരിക്കും. ഒന്നാമത്തെ റേ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ഇമേജ് ഫോം ചെയ്യാൻ രണ്ടാമത് വരയ്ക്കേണ്ടത് ഈ ഒബ്ജക്റ്റിൽ നിന്നും, ഒബ്ജക്റ്റിൻ്റെ പേര് OB ആണ്, ഒബ്ജക്റ്റിൽ നിന്നും പോളിലേക്ക് ഒരു റേ വരയ്ക്കുക. പോളിലേക്ക് വരച്ചു. ഈ OP എന്നുള്ളത് നോർമലാണ്. ഇത് BP എന്നുള്ളത് ഇൻസിഡൻറ്റ് റേ ആണ്, OP നോർമലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് I is equal to R എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ റിഫ്ലക്റ്റഡ് റേ വരയ്ക്കുക. ദിസ് ഈസ് എ റിഫ്ലക്റ്റഡ് റേ. ഇപ്പോൾ തന്നെ ഇവിടെ കൂട്ടിമുട്ടി കഴിഞ്ഞു. ഇവിടെ ഇമേജാണ്. ഇങ്ങനെ രണ്ട് റേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇമേജ് ഫോർമേഷൻ വരയ്ക്കാം. മൂന്നാമത്തെ ഒരു കാര്യം കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. അതായത് ഇവിടുന്ന് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി അല്ലെങ്കിൽ 2fൽ കൂടി നമുക്ക് പോകുന്ന ഒരു റേയും കൂടെ വരച്ചാൽ, 2fൽ കൂടി പോകുന്ന ഒരു റേയും കൂടെ വരച്ചാൽ അത് ഇവിടെ തട്ടുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും റീട്രേസ് ചെയ്യുക? അത് കറക്റ്റായിട്ട് അതേ പാതയിൽ കൂടെ റീബൗണ്ട് ചെയ്യുകയായിരിക്കും ചെയ്യുക. എന്തുകൊണ്ടാണ്? സെൻറ്ററിൽ കൂടി കടന്നു പോകുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറും കൂടിയാണ്. സെൻറ്ററിൽ കൂടി കടന്നു പോകുന്നത് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ സർഫസിന് നോർമലാണ്. നോർമലിൽ കൂടി ഇൻസിഡൻറ്റ് റേ വരികയാണെങ്കിൽ നോർമലിൽ കൂടി തന്നെയാണ് റിഫ്ലക്റ്റഡ് റേ പോവുക. സോ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഒരേ പാത്തിൽ കൂടിയാണ് വരിക. അപ്പോൾ ഇങ്ങനെ മൂന്നാമതൊരു റേയും കൂടി വരയ്ക്കാവുന്നതാണ്. ഇങ്ങനെ 3 റേയും കൂട്ടിമുട്ടുന്ന പൊസിഷനായിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. ഈ ചിത്രത്തിൽ അങ്ങനെ വരുന്നില്ല, കാരണം കൃത്യമായിട്ടുള്ള അളവുകൾ എടുത്താൽ മാത്രമേ അത് അങ്ങനെ ഫോം ചെയ്യുള്ളൂ. അളവുകൾ എടുക്കാതെ വെറുതെ വരച്ചതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ആക്ച്വലി ഇത് 3ഉം കൂടി ഒരു പോയിന്റിൽ കൂട്ടിമുട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 റേ വരച്ചുകൊണ്ട് നമുക്ക് ഇമേജ് ഫോം ചെയ്യാം. 3 എണ്ണം വേണമെന്നില്ല, 2 എണ്ണം വരച്ചാൽ തന്നെ ഇമേജിൻ്റെ ഫോർമേഷൻ നടക്കും. ഒന്ന് പാരലായിട്ട് പോയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. രണ്ടാമത്തെ റേ പോളിലേക്ക് പോയിട്ട് പോളിൽ തട്ടി I equal to R എന്നുള്ള കണ്ടീഷനിൽ അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. മൂന്നാമത്തത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോയി അവിടെ നിന്ന് തട്ടി റീട്രേസ് ചെയ്ത് പോകുന്ന റേ. സോ ബിയോണ്ട് 2f ഒബ്ജക്റ്റ് വെച്ചപ്പോൾ നമുക്ക് കിട്ടുക എഫിനും 2fനും ഇടയിലാണ് ഇമേജ് കിട്ടുക. ഇവിടെയാണ് ഇമേജിൻ്റെ പൊസിഷൻ ഉണ്ടാവുക. IM. ഈ പൊസിഷൻസ് ഇൻ്റർചേഞ്ചബിൾ ആണ്. അതായത് എഫിനും 2fനും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ബിയോണ്ട് 2f ആയിരിക്കും ഇമേജ് കിട്ടുക. ഓക്കെ, ഇൻവേർട്ടഡ് ഇമേജ് തന്നെയായിരിക്കും കിട്ടുക. 2fൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് കിട്ടുക 2fൽ തന്നെ ആയിരിക്കും. സെയിം സൈസും ഇൻവേർട്ടഡ് ഇമേജും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എഫിൽ ഒന്ന് ഒബ്ജക്റ്റ് വെച്ച് നോക്കാം. ഈ ചിത്രത്തിൽ ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ എവിടെയാണ് ഇമേജ് കിട്ടുക എന്നാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇതാണ് ഫോക്കസ്, ഇവിടെ പോൾ, ഇവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. പാരലായിട്ട് പോകുന്ന റേ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് അടയാളപ്പെടുത്തുന്നത്. രണ്ടാമതായിട്ട് അടയാളപ്പെടുത്തുന്നത് പോളിൽ കൂടെ പോയിട്ട് I equal to R എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കടന്നു പോകുന്നു. ഈ ചിത്രത്തിൽ ഇത് 2 റേയും പാരലായിട്ടാണ് ഇങ്ങോട്ട് കടന്നു പോകുന്നത്. അതായത് 2 പാരലൽ റേസ് ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല, അല്ലെങ്കിൽ അവ തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഇൻഫിനിറ്റിയിലാണ് എന്നാണ് നമ്മൾ പറയുക. സോ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് അറ്റ് ഫോക്കസ് ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അത് തിരിച്ചും പോസിബിളാണ്. വെൻ ദ ഇമേജ് ഈസ് കെപ്റ്റ് അറ്റ് ഇൻഫിനിറ്റി ദ ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് അറ്റ് ഇൻഫിനിറ്റി ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഫോക്കസ്. അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാണ്. ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ, ഈ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് ഫോക്കസിലായിരിക്കും. And the next position is between F and pole, when the object is kept between F and pole.
ഇവിടെ എഫ് ആണ്, ഇവിടെ പോളാണ്, ഇതിനിടയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നത് OB. സോ ഈ പാരലൽ റേ പോകുന്നു, റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. രണ്ടാമത്തെ റേ ഇവിടുന്ന് പോൾ തട്ടി അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്. ഇത് രണ്ടും ഇങ്ങോട്ട് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഒരിക്കലും ഇവ തമ്മിൽ ഈ ഭാഗത്തേക്ക് കൂട്ടിമുട്ടില്ല. അതേസമയം ഇത് പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ മാഗ്നിഫൈഡ് ഇമേജ്, magnified virtual and erect image. So this is the only position where a concave mirror can produce a magnified virtual erect image. Virtual image എന്ന് പറഞ്ഞാൽ this image cannot be caught on a screen. സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത ഇമേജുകളെയാണ് വെർച്വൽ ഇമേജ് എന്ന് പറയുക. ഇത് മാഗ്നിഫൈഡ് ആണ്, നേരെ നിൽക്കുന്നതാണ്, വെർച്വലും കൂടിയാണ്. നമ്മൾ കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ കാണുന്ന ഇമേജുകൾ വെർച്വൽ ഇമേജാണ്. അതേസമയം ഒരു കോൺകേവ് മിറർ ഉപയോഗിച്ചുകൊണ്ട് ബാക്കി പൊസിഷനുകളിലെല്ലാം വെച്ചാൽ കിട്ടുന്നത് റിയൽ ഇമേജുകളാണ്. ഓക്കെ, ഈ പൊസിഷനിൽ ഇമേജ് ഉണ്ടാവുന്നത് ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ട് ആപ്ലിക്കേഷൻ ഉള്ളത്. ഒന്ന് ഷേവിംഗ് മിററായിട്ട്, അതായത് മുഖത്തിൻ്റെ മാഗ്നിഫൈഡ് വ്യൂ കിട്ടാൻ വേണ്ടി കോൺകേവ് മിറർ ഉപയോഗിക്കുന്നതും, അതേപോലെ ദന്തിസ്റ്റുകളുടെ കയ്യിലുള്ള മിററും ഇതേ ആപ്ലിക്കേഷനാണുള്ളത്. ഒബ്ജക്റ്റ് വളരെ ക്ലോസ് ടു ദ ഫോക്കസ് ഓർ പോൾ. And the third application for a concave mirror is the reflectors behind headlights or torch lights. അതിൻ്റെ പുറകിലുള്ള ഹെഡ്ലൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ ടോർച്ചിൻ്റെ ഒക്കെ ബൾബിന് പുറകിലുള്ള റിഫ്ലക്റ്റേഴ്സ് കോൺകേവ് മിററോ അല്ലെങ്കിൽ പാരബോളിക് മിററോ ആയിരിക്കും. അതിൻ്റെ ഫോക്കസിലായിരിക്കും ബൾബ് വെക്കുക. ഫോക്കസിൽ നിന്നും റീട്രേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാക്കിലോട്ട് വരുന്ന ലൈറ്റ് മിററിൽ തട്ടി പാരലൽ ബീമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് കോൺകേവ് മിറർ അല്ലെങ്കിൽ പാരബോളിക് മിറർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കോൺകേവ് മിററിൻ്റെ സ്ഫെറിക്കൽ അബറേഷൻ എന്ന ഡിഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പാരബോളിക് മിററുകൾ ഉപയോഗിക്കുന്നത്. ഇനി ഒരു കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്നും കൂടി നമുക്ക് പരിചയപ്പെടാം. കോൺവെക്സ് മിറർ. Convex mirror, principal axis, pole, let this be the object OB. ഇതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത ഒരു പാരലൽ റേ പോകുന്നു, അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. അത് നമ്മൾ പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുക, ഫോക്കസ്. ഇനി രണ്ടാമത് നമ്മൾ വരയ്ക്കുന്നത് പോളിലേക്കാണ്. കോൺകേവ് മിററിൻ്റെ പോലെ തന്നെ പോളിലേക്ക് വരച്ചു. പോളിൽ നിന്ന് I = R എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്. ഇത് പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ പോയിന്റിലാണ് ഇമേജ് ഉണ്ടാവുക, ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ. അപ്പോൾ ഒരു കോൺവെക്സ് മിററിന് എപ്പോഴും ഉണ്ടാവുന്ന ഇമേജ് ഒരു വെർച്വൽ ഇമേജാണ്, ഒരു ഡിമിനിഷ്ഡ് ഇമേജാണ്, ഇറക്റ്റ് ഇമേജാണ്. വെർച്വൽ, ഡിമിനിഷ്ഡ് ആൻഡ് ഇറക്റ്റ് ഇമേജ്, ദാറ്റ് ഈസ് ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക വാഹനങ്ങളുടെ റിയർ വ്യൂ മിററുകളിലാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ പോകുമ്പം വളവുകളിൽ മറുവശത്തു നിന്നുള്ള വാഹനങ്ങളെ കാണാൻ വേണ്ടിയും കോൺവെക്സ് മിററാണ് ഉപയോഗിക്കുക. പഴയ കാലത്തൊക്കെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളുടെ റിഫ്ലക്ടറായിട്ട് കോൺവെക്സ് മിറർ ഉപയോഗിക്കും. ഇങ്ങനെയുള്ള ഒരു റിഫ്ലക്റ്റിംഗ് സർഫസാണ് കോൺവെക്സ് മിറർ കൊടുക്കുക. ഇവിടെയായിരിക്കും ബൾബ് ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ ഡൈവേർജ് ചെയ്ത് ലൈറ്റിന് പോകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ യൂസായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ യൂസസ് ഓഫ് കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മിറർ ഇക്വേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിസ്റ്റൻസസ് പഠിക്കാം. ഇന്ന് ഇത്രയും കാര്യങ്ങൾ തറവായിട്ട് പഠിക്കുക. ലോ ഓഫ് R = 2F എന്നുള്ള കാര്യവും മിററിൻ്റെ പോയിൻറ്റുകൾ വിവിധ ടേംസും അതേപോലെ ഇമേജ് ഫോർമേഷനും കൃത്യമായിട്ട് വരച്ച് പഠിക്കുക. ഓക്കെ, ശരി.